ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ഓവനിൽ എങ്ങനെ 1/2 kg കേക്കിനുള്ള സ്പഞ്ച് തയ്യാറാക്കാമെന്ന് നോക്കാം. നല്ല പെർഫെക്റ്റായിട്ട് സോഫ്റ്റായിട്ടുള്ള സ്പഞ്ച് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു അരിപ്പയിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ 2 പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് സീവ് ചെയ്തെടുക്കാം. ഒരു 2-3 പ്രാവശ്യമൊക്കെ സീവ് ചെയ്തെടുത്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. എങ്കിൽ മാത്രമേ നമ്മൾ ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ മൈദയിൽ എല്ലായിടത്തും എത്തിക്കിട്ടുള്ളൂ. ഇനി നമുക്കിത് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ക്ലീൻ ആയിട്ടുള്ള നല്ലൊരു ബൗൾ എടുക്കാം. ഇതിൽ വെള്ളത്തിൻ്റെ ആവശ്യം ഒട്ടും ഉണ്ടാകാൻ പാടില്ല. ഇതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ പൊട്ടിച്ചൊഴിച്ചിട്ടുള്ള എഗ്ഗിലേക്ക് ഒരു പിഞ്ച് സോൾട്ടും 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബീറ്റായിട്ട് വന്നാൽ നമുക്കിതിലേക്ക് 1/2 കപ്പ് പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാരയാണ് 1/2 കപ്പ്, അല്ലെങ്കിൽ സാധാ പഞ്ചസാരയാണെങ്കിൽ നമുക്ക് 1/4 കപ്പ് ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെ യെല്ലോയിഷ് കളറൊക്കെ മാറിപ്പോയിട്ട് നല്ല വൈറ്റ് കളറായിട്ട് കിട്ടുന്നത് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ചെറു ചൂടുള്ള പാല് 1/2 കപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ എഗ്ഗ് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് സാവധാനം മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കാം. സ്പീഡ് കുറച്ച് വേണം ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്നിച്ചിട്ട് എല്ലാം കൂടി ഇട്ട് കൊടുത്ത് ഫോൾഡ് ചെയ്യരുത്. ആദ്യം കുറച്ചിട്ട് കൊടുത്ത് അത് ഫോൾഡായിട്ട് പിന്നെ കുറച്ചും കൂടി ഇട്ടെടുത്ത് ഫോൾഡ് ചെയ്തെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇപ്പോൾ നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ റൗണ്ട് ഷേപ്പിലുള്ള ഒരു കേക്ക് മോൾഡ് നന്നായിട്ട് ബട്ടർ പേപ്പറൊക്കെ വിരിച്ച് കൊടുത്തിട്ട് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലുള്ള എയർ ബബിൾസ് എല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് 2-3 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവനാണിത്. നമുക്കിതിലേക്ക് കേക്ക് ടിന് വെച്ച് കൊടുത്ത് ഒരു 30 മിനിറ്റ് 160 ഡിഗ്രി സെൽഷ്യസിൽ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഓവനില്ലാതെ കുക്കറിലും നമുക്ക് ഈ കേക്ക് ബേക്ക് ചെയ്യാവുന്നതാണ്. 30 മിനിറ്റിന് ശേഷം നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു സ്ക്വയർ എന്തെങ്കിലും വെച്ച് നമുക്ക് കുത്തി നോക്കാം. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കേക്ക് നന്നായിട്ട് തന്നെ ബേക്കായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്യാം. അപ്പോൾ നമുക്ക് തന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല സോഫ്റ്റായിട്ട് നല്ല സ്പഞ്ചി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.